الحمد لله الواحد القهار والعزيز الجبار مكور الليل على النهار تذكرة لأولي الأبصار نحمده ونستعينه ونستغفر ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم فمن الناس من يقول ربنا آتنا في الدنيا وما له في الآخرة من خلاق ومنهم من يقول ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസിനികളെ, കാരുണ്യവാനായ ലോകത്തിൻ്റെ സൃഷ്ടാവ് റബ്ബുൽ ആലമീൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വഹീൻ്റെ സന്ദേശമായ വിശുദ്ധ ഖുർആൻ പ്രവാചകന്റെ അധ്യാപനങ്ങൾ ജീവിതത്തിൽ പാലിച്ച് സ്വന്തത്തെയും കുടുംബത്തെയും ആളിക്കത്തിക്കുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടുന്ന ജാഗ്രതയോടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും തഖ്വയുള്ളവരായി ജീവിക്കാൻ ആത്മാർത്ഥമായി ശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ചയിലെ ഖുതുബയിലൂടെ പുതിയ തലമുറയും അവർ നേരിടുന്ന വെല്ലുവിളികളും അതിന് സമൂഹം എന്ത് പരിഹാരം കാണണമെന്നും ചില സൂചനകളാണ് നാം സംസാരിച്ചത്. അതിൻ്റെ മറ്റൊരു ഭാഗമെന്ന നിലക്ക് നമ്മുടെ മക്കൾ പുതിയ ഒരു അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കാനിരിക്കുക. നിലവിലുണ്ടായിരുന്ന സ്കൂൾ മാറി പുതിയൊരു സ്കൂൾ തേടി പോകും. പുതിയ ക്യാമ്പസുകളിലേക്ക് നമ്മുടെ കുട്ടികൾ പ്രവേശിക്കും. ചിലപ്പോൾ സ്കൂൾ എന്ന തലം മാറി കോളേജ് തലങ്ങളിലേക്ക് നമ്മുടെ മക്കൾ, ആൺകുട്ടികൾ പെൺകുട്ടികൾ മാറും. റിസൾട്ടുകൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. TC മേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെയെല്ലാം ഭൗതികമായ ദുനിയാവുമായി ബന്ധപ്പെട്ട അതിൻ്റെ വശങ്ങളെക്കുറിച്ച് അറിഞ്ഞ് നന്നായി ആലോചിച്ച് ആരെയും പഠിപ്പിക്കേണ്ടതില്ലാത്ത വിധേന നമുക്കറിയാം എന്തൊക്കെ ചെയ്യണമെന്നത്. പക്ഷെ ഇവിടെയും ചിലരൊക്കെ ദുനിയാവ് മാത്രം മോഹിക്കുന്ന ചിലരുണ്ട്. അവർക്ക് ഉയർന്ന വിദ്യാഭ്യാസം വേണം, മക്കളൊക്കെ വലിയ വലിയ ദർജകളിലെത്തണം, നല്ല പണമുണ്ടാവണം, നാട്ടിലൊക്കെ വലിയ സ്റ്റാൻഡേർഡ് ഉണ്ടാവണം. അതിനപ്പുറത്ത് ഒരു ലക്ഷ്യവുമില്ലാത്തൊരു ബാപ്പയും ഉമ്മയുമാണ് നമ്മളെങ്കിൽ നമ്മൾ വലിയ നഷ്ടത്തിലാണ്.
നമ്മുടെ ഏത് കാര്യത്തിൻ്റെ പിന്നിലും നമുക്ക് ദുനിയാവ് മാത്രം മോഹിക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ആത്യന്തികമായി നമ്മുടെ ലക്ഷ്യം മറ്റൊന്നാണ്, പരലോകമാണ്. നമുക്ക് ഏറ്റവും ലളിതമായി പഠിക്കാൻ പറ്റുന്ന സൂറത്തുൽ ബഖറയിലെ 200, 201 രണ്ട് ആയത്തുകൾ. രണ്ട് തരത്തിൽ മനുഷ്യന്മാർ പ്രാർത്ഥിക്കുന്നതാണ്. ഒന്നാമത്തെ വിഭാഗം ആളുകൾ പ്രാർത്ഥിക്കുന്നത്, പടച്ചോനെ ഞങ്ങൾക്ക് ദുനിയാവ് തരണേന്നാണ്. എൻ്റെ കച്ചവടം, ജോലി, വരുമാനം, വീട്, വാഹനം, ഈ ഒരു ചിന്തക്കപ്പുറത്തേക്ക് മറ്റൊന്ന് കടന്നു പോകാത്തവരാണ് അവര്. അള്ളാന്റെ ഖുർആൻ പറയാണ്, അവര് നാശത്തിലാണ്. ദുനിയാവ് കിട്ടും ചിലപ്പോ. മനുഷ്യരിൽ ചിലരുണ്ട്, മയ്യഖൂലു അവര് പ്രാർത്ഥിക്കും, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ, പടച്ചോനെ ദുനിയാവിൽ ഞങ്ങൾക്ക് തരണേ, ദുനിയാവ് തരണേ എന്നവരിങ്ങനെ നന്നായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവരാ. വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്, പരലോകത്ത് നാശമല്ലാതെ അവർക്കൊന്നും ലഭിക്കൂല. ഇവിടെ ലക്ഷ്യം മുഴുവൻ, തലയിലുള്ളത് മുഴുവൻ, ചിന്തകൾ മുഴുവൻ ഇതായിരുന്നു. എന്നാൽ ചില നല്ല മനുഷ്യന്മാരുടെ അടയാളം തൊട്ടടുത്ത ആയത്തിൽ പറയാണ്, വമിൻഹും, അവരിൽ തന്നെ, മനുഷ്യരിൽ തന്നെ ചിലരുണ്ട്, മയ്യഖൂലു അവരിങ്ങനെയാ പ്രാർത്ഥിക്കുക, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന, റബ്ബേ ദുനിയാവിലെ എല്ലാ ഹസനത്തും ഞങ്ങൾക്ക് തരണേ. എല്ലാം പെട്ടു. അതിൻ്റെ വിശദീകരണം വായിക്കുമ്പോൾ തഫ്സീറുകളിൽ കാണാൻ സാധിക്കും, സമ്പാദ്യം, മക്കള്, വീട്, ജോലി, വരുമാനം, ദുനിയാവിൻ്റെ എല്ലാ നന്മകളും ഞങ്ങൾക്ക് തരണേ. വഫിൽ ആഖിറതി ഹസന, ഇത് കഴിഞ്ഞാൽ, ഇത് നശിച്ചാൽ പുതുതായൊരു മറ്റൊരു ലോകം നമുക്കുണ്ടല്ലോ, ആ ആഖിറത്തിൻ്റെ ഏറ്റവും നല്ല നന്മകൾ ഞങ്ങൾക്ക് തരണേ. അതിനേക്കാൾ ഉപരി വഖിനാ അദാബന്നാർ, കത്തിയെരിയുന്ന, ആളിക്കത്തുന്ന, മനുഷ്യന് സഹിക്കാൻ പറ്റാത്ത കല്ലുകളും മനുഷ്യരും കത്തിക്കുന്ന നരകത്തിൻ്റെ അദാബ് ഒരു മനുഷ്യനും താങ്ങാനാവാത്തതാണ്. റബ്ബേ ഞങ്ങളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തണം. തൊലികൾ വെന്ത് കരിക്കുന്നതാണ്, ഈ ശരീരമാസകലം നരകത്തിലിട്ട് ചുട്ടുപൊള്ളിക്കുന്നതാണ്. കുടിക്കാനൊരു നല്ല ആശ്വാസത്തിൻ്റെ വെള്ളം ലഭിക്കൂല, കഴിക്കാൻ, വിശപ്പകറ്റാൻ നല്ല ഒരു ഭക്ഷണം ലഭിക്കൂല. സുമ്മലാ യമൂതു ഫീഹാ വലാ യഹ്യാ, നല്ല പോലെ ജീവിക്കാൻ കഴിയൂല, എന്നാൽ അങ്ങ് മരിച്ച് നശിച്ച് തീരുകയുമില്ലാത്ത ഒരു വെന്തെരിയുന്ന നരകമുണ്ടെന്ന ബോധ്യത്തോടെ ഞങ്ങളെ രക്ഷിക്കണേ എന്ന പ്രാർത്ഥനയാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസുകളിൽ കാണാം. സ്വഹാബത്ത് പറയാറുണ്ട്, നബി തങ്ങളുടെ ഭാര്യമാരുടെ റിപ്പോർട്ടിലുണ്ട്, പ്രവാചകൻ ജീവിച്ചിരുന്ന കാലത്ത് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചത് അതായിരുന്നു. ഏത്? റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. നമ്മൾ എന്തുകൊണ്ടത് പ്രാർത്ഥിക്കാത്തത്? അതിൻ്റെ ഗുണം എന്താന്ന് നമുക്ക് തിരിഞ്ഞില്ല. അതിലെല്ലാം പെട്ടു. ദുനിയാവ് പെട്ടു, പരലോകം പെട്ടു, സ്വർഗം ചോദിക്കൽ അതിൽ പെട്ടു, നരകത്ത് നിന്ന് രക്ഷപ്പെടാനുള്ളത് അകലം എല്ലാം അതിലടങ്ങുക. എന്നിട്ട് അല്ലാഹുവിൻ്റെ ഖുർആൻ പറയാ, ഈ സ്വഭാവം നമുക്കുണ്ടെങ്കിൽ, ഈ ഗുണം നമുക്കുണ്ടെങ്കിൽ, ഉലൈക ലഹും നസീബും മിമ്മാ കസബു, അവര് സമ്പാദിച്ചതിനുള്ള എല്ലാ ഓഹരിയും അവർക്ക് കിട്ടും. വല്ലാഹു സരീഉൽ ഹിസാബ്, അല്ലാഹു വേഗത്തിൽ വിചാരണ നടത്തുന്നവനാണ്. അതുകൊണ്ട് എല്ലാവരും പരലോകം മാത്രം ചിന്തിച്ചിരിക്കണമെന്നാണോ? അല്ല, നമുക്ക് ലഭിച്ച അവസരങ്ങൾ വെച്ച് ദുനിയാവിൽ ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാം. ഒരു വീട് വെക്കുന്നതിന് പ്രശ്നമുണ്ടോ? ഒരു വാഹനം മേടിക്കുന്നതിന് പ്രശ്നമുണ്ടോ? ഇസ്തിരി ചുളിയാതെ നടക്കുന്നതുകൊണ്ട് വല്ല പ്രശ്നമുണ്ടോ? ഇല്ല. ഖാറൂനിനോട്, ധിക്കാരിയായി സമ്പന്നനായി ജീവിച്ചിരുന്ന മനുഷ്യനോട് അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നുണ്ട്, വലാ തൻസ നസീബക മിനദ് ദുനിയ. ആ നാട്ടിലെ നല്ല മനുഷ്യന്മാർ പോയി ഉപദേശിച്ചു, ഖാറൂനെ, നിന്റെ അടുത്ത് ദുനിയാവുണ്ട്, നിന്റെ അടുത്ത് നല്ല സമ്പത്തുണ്ട്, നീ ദുനിയാവ് മറക്കൊന്നും വേണ്ട, അതൊക്കെ നീ ഉപയോഗിച്ചോ, പക്ഷെ പരലോകം വിട്ടുകളയരുത്. അതവന് ഇഷ്ടമില്ല.
അതിൻ്റെ ശിക്ഷയായിരുന്നു ആഴത്തിലേക്ക്, താഴേക്ക്, ഭൂമിയുടെ മണ്ണിൻ്റെ അടിയിലേക്ക് അവനും അവൻ്റെ സമ്പാദ്യ മുതലുകളെല്ലാം കൂടി ആഴത്തിലേക്ക്, മണ്ണിലേക്ക് താഴ്ത്തിയിറക്കിയത് അവൻ ദുനിയാവിന് വേണ്ടി മാത്രം ജീവിച്ചവനായി മാറിയപ്പോൾ. നമ്മുടെ മക്കളെ, നമ്മുടെ പുതിയ തലമുറയെ നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്നതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം ഈ ദുനിയാവിലെ എന്തെങ്കിലും സ്വപ്നങ്ങളാണെങ്കിൽ നമ്മൾ നശിക്കും. അതാവരുത് നമുക്ക്. നമ്മുടെ പരമമായ ലക്ഷ്യം പരലോകമാണ്. നാളെ പരലോകത്ത് എൻ്റെ മക്കൾ, എൻ്റെ കുടുംബം രക്ഷപ്പെടണം. ആ രൂപത്തിൽ അവർ അതിനു വേണ്ടുന്ന മാറ്റം, അതിനു വേണ്ടുന്ന രൂപത്തിൽ വീടുകളിൽ, കുടുംബങ്ങളിൽ, നമ്മുടെ ഉപദേശങ്ങളിൽ വരെ പരലോകം ഉറപ്പെടുത്തണം. മോനെ, മരിക്കും, മോളെ, നീ ഇങ്ങനെ ജീവിച്ചാൽ ഖബറിലേക്ക് വന്ന് ചേരേണ്ട ഒരു ദിവസമുണ്ട്. ആരുമാരും സാന്ത്വനം നൽകാത്ത, ആരുമാരും നമ്മുടെ പാപഭാരം ഏറ്റെടുക്കാത്ത, വലാ തസിറു വാസിറത്തും വിസറ ഉഖ്റാ. ദുനിയാവിൽ എന്തെങ്കിലുമൊക്കെ പോലീസ് കേസ് ഉണ്ടെങ്കിൽ പാർട്ടിക്കാർ വരും. ഒരു ഉപകാരമില്ലാത്തവനും അന്ന് തിരിഞ്ഞു നോക്കാൻ വരും. ആരൊക്കെയാണ് ക്രെഡിറ്റ് പറ്റാൻ പറ്റുകയെന്നറിയില്ലല്ലോ. എന്നാ പാപഭാരം ഏറ്റെടുക്കാൻ ഒരാളും വരാത്തൊരു പരലോകം വരാണ്ട്. ആ ഉപദേശമായിരുന്നു, പരലോകമായിരുന്നു നമ്മുടെ മുൻഗാമികളൊക്കെ മക്കൾക്ക് കൊടുത്ത ഏറ്റവും നല്ല പ്രചോദനം, നന്നാകാനുള്ള മാർഗം. നമുക്ക് എപ്പോഴും നമ്മുടെ കുട്ടികളെ പിന്നാലെ നിൽക്കാൻ കഴിയുമോ? ഒരു അധ്യാപകന് 24 മണിക്കൂർ അല്ലെങ്കിൽ സ്കൂളിലുള്ള സമയം മൊത്തം നോക്കാൻ കഴിയുമോ? കഴിയില്ല. ഒരു വാർഡൻ ഹോസ്റ്റലിൽ ഉണ്ടാകും, അയാളെ കൊണ്ട് എല്ലാ സമയത്തും അവനെങ്ങനെ പിന്നാലെ നടക്കാൻ കഴിയുമോ? ഇല്ല. ലുഖ്മാനുൽ ഹക്കീം എന്ന പ്രിയപ്പെട്ട നേതാവ് മഹാവിജ്ഞാനിയായിരുന്നു. ആ മനുഷ്യൻ തൻ്റെ മകന് കൊടുത്ത 10 ഉപദേശം അള്ളാന്റെ ഖുർആനിനകത്ത് കൊടുത്തിട്ടുണ്ട്. യാ ബുനയ്യ, പൊന്നുമോനെ, ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ, നീ ഒരു അണുമണി തൂക്കം ഒരു കാര്യം ചെയ്താൽ, ഫതകും ഫീ സുഖറത്തിൻ, അതൊരു പാറന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചാലും, ഔ ഫിസ് സമാവാത്ത്, ആകാശങ്ങളിൽ വെച്ചാലും, ഔ ഫിൽ അർളി, ഭൂമിയിൽ എവിടെ കൊണ്ടുപോയി ചെയ്താലും, യഅതി ബിഹല്ലാഹ്, അല്ലാഹ് കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ട്. ഞാൻ കാണില്ല എന്ന് നീ നോക്കണ്ട മോനെ, ആരും അറിയണില്ല എന്ന് നീ വിചാരിക്കരുത് മോനെ. ഈ ലോകത്തിന്റെ ഏത് മൂലയിൽ നീ എന്ത് കള്ളത്തരം ചെയ്താലും അല്ലാഹ് കൊണ്ടുവരുന്നതാണ്. ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ, അല്ലാഹ് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവനാണ്. അവിടുന്ന് മറച്ചു വെക്കാൻ കഴിയൂല, ഒളിപ്പിച്ചു വെക്കാൻ കഴിയൂല. ആ ചിന്ത കടന്നു വന്നാൽ എൻ്റെ നാട്ടുകാർ കാണുന്നില്ല എങ്കിലും അവൻ നല്ലവനായി ജീവിക്കും. ഞാൻ എൻ്റെ വാർഡൻ്റെ മുമ്പിലല്ല, എൻ്റെ അധ്യാപകൻ്റെ മുമ്പിലല്ല, എങ്കിലും അവൻ നന്നായി ജീവിക്കാൻ ശ്രമിക്കും. എൻ്റെ കൈകളിലോ എൻ്റെ ചുണ്ടുകളിലോ ലഹരിയോ ഒരു സാധനം ഞാൻ വെച്ചാൽ അത് അറിയുന്ന ഒരു റബ്ബ് എന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ എവിടെ പോയാലും ഞാൻ തനിച്ചല്ല, മൂന്നാമതായി, രണ്ടാമതായി എൻ്റെ റബ്ബുണ്ട് എന്ന ബോധം നമ്മുടെ മക്കളിൽ ഉണ്ടാവണം. അതാണ് പരലോക ചിന്ത. എന്നാൽ നമ്മുടെ മക്കളിൽ രണ്ടാമതൊരു ചിന്ത കൂടെ വേണം. നല്ലതായ ചില ദുനിയാവിൻ്റെ ചിന്തകൾ അവരിലേക്ക് വരണം. അതുമില്ലാതെ എന്ത് അലമ്പായിട്ടും ജീവിക്കാം, എത്ര തോന്നിയാവസ്ഥയായിട്ടും ജീവിക്കുക. എന്താ പോണ്ട് കുഴപ്പം? ഞാൻ ഇങ്ങനെയാണ് ജീവിച്ച നിങ്ങൾക്ക് എന്താ കുഴപ്പം? മക്കൾ വാപ്പാനോടൊന്ന് ചോദിക്കുകയാണ്. കാട് പോലത്തെ മുടിയും കൊണ്ട് നടക്കണം. പൊന്നു മോനെ, വീടുകളിൽ ഏറ്റവും പ്രശ്നം ഉണ്ടാകുന്ന സീനാണ്. മോനെ, ഇതൊന്ന് വെട്ടി ഒന്ന് വൃത്തിയായി നടക്കും മോനെ. ഞാൻ ഇങ്ങനെ നടന്നാൽ നിങ്ങളുടെ തലയിലല്ലല്ലോ, നിങ്ങൾക്ക് എന്ത് കുഴപ്പം? മോളെ, ഞാൻ മഫ്തന്റെ പിന്നൊന്ന് കുത്തിയൊന്ന് ശരിക്കൊന്ന് വൃത്തി നടക്കും. ഞാൻ ഇങ്ങനെ നടന്നാൽ നിങ്ങൾക്കെന്ത് കുഴപ്പം? ദുനിയാവ് പോലും, ദുനിയാവിലെ ലാഭങ്ങൾ പോലും ചിന്തിക്കാത്ത കുറെ മനുഷ്യര്. നല്ല ചില ദുനിയാവിൻ്റെ ചിന്തകൾ, ഭൗതികമായി നല്ല വിദ്യാഭ്യാസം കൊടുക്കൽ, അതിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം കൊടുക്കുക, നല്ല നിലവാരമുള്ള സ്ഥാപനങ്ങൾ നോക്കി അവരെ അതിലേക്ക് എത്തിക്കുക, നല്ല കോഴ്സുകൾ അവരെ പഠിപ്പിക്കുക. നമ്മളെന്താ തീരുമാനിക്കല്? അവൻ ജ്യേഷ്ഠൻ്റെ മോൻ അവിടെയാ പഠിച്ചത്, മൂത്തമ്മൻ്റെ മോൻ അവിടെയാ പഠിച്ചത്, മൂത്തമ്മാൻ്റെ മോൾ ഈ കോഴ്സ് എടുത്തത്, അതുകൊണ്ട് എൻ്റെ മോളും ഈ കോഴ്സ് എടുക്കുന്നത്. എല്ലാവർക്കും ഒരേ തലയല്ല, എല്ലാവർക്കും ഒരേ ബുദ്ധിയല്ല, എല്ലാവർക്കും ഒരേ കൺസെപ്റ്റ് അല്ല.
അതൊക്കെ കണ്ടറിഞ്ഞ് പാകപ്പെടുത്തി കൃത്യമായി ആ കോഴ്സ് കൊണ്ട് ആ കോളേജിൽ പോയതുകൊണ്ട് ഉപകാരം ഉണ്ടോ എന്ന് 4 വട്ടം ഇരുന്ന് ചിന്തിച്ച് വേണം മുന്നോട്ട് പോകാൻ. ഓരോരുത്തരുടെ കറക്റ്റ് എബിലിറ്റി മനസ്സിലാക്കി അതിലേക്ക് അവർ കൊണ്ടുപോകണം. എവിടെ പഠിപ്പിക്കണം, എങ്ങനെ പഠിപ്പിക്കണം. SSLC കഴിഞ്ഞാൽ അടുത്ത ഭാഗം തിരഞ്ഞെടുക്കുമ്പോൾ, +2 കഴിഞ്ഞ് അടുത്ത കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ കൃത്യമായ ബോധം ഉണ്ടാവണം. കുട്ടികൾക്ക് ചിലപ്പോൾ അതിനെക്കുറിച്ച് ധാരണയുണ്ടാവില്ല. വേണമെങ്കിൽ അവിടെ അധ്യാപകരോട് ചോദിക്കാം, മോൾക്ക് ഏത് കാര്യത്തിലാണ് കൂടുതൽ മാർക്കും സ്കോറൊക്കെ എങ്ങനെയാണെന്നൊക്കെ അന്വേഷിച്ച്. അതൊരു ദുനിയാവിൻ്റെ നേട്ടമാണ്. ഒരു വ്യക്തി എന്ന നിലക്ക് എൻ്റെ മകനും എൻ്റെ കുടുംബത്തിനും, എന്തിനേറെ ഈ സമുദായത്തിനും എൻ്റെ മഹലിനും ഞാൻ ഈ പഠിക്കുന്ന 5 കൊല്ലം കൊണ്ട് വല്ല ഫായിദയുണ്ടോ ആലോചിക്കണം. ഇന്നെന്തുള്ളത്? ഒരു ഉപകാരമില്ലാതെ പറയും. എത്ര ലക്ഷങ്ങൾ മുടക്കിയിട്ട് അവസാനം അതുമായി ബന്ധപ്പെട്ട ഒരു ജോലിയില്ലാതെ പോകുന്നു. എന്നിട്ട് വേറെ ഏതെങ്കിലും കടയിൽ പോയി ജോലിക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പ്യൂട്ടർമോ പിടിച്ചിരിക്കുന്നു. പഠിച്ചതൊന്നും ആവില്ല, ചിലപ്പോൾ ജോലിക്ക് അവൻ പോവുക. ഇത്രയും കൊല്ലം അയാൾക്ക് വേണ്ടി പണം ചെലവഴിക്കുക. വാപ്പാൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഒരുപാട് രക്ഷിതാക്കൾ പരാതി വന്ന് പറയുന്നുണ്ട്, നീണ്ട 5 വർഷങ്ങളാണ് കടന്നു പോകുന്നത്. ചില കോഴ്സുകളൊക്കെ 6 വർഷക്കാലങ്ങളൊക്കെ. അതുകൊണ്ട് ആ കാര്യം നമ്മുടെ ശ്രദ്ധയിലുണ്ടാവണം. 3-ാമത്തേത്, നമ്മൾ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ എടുക്കേണ്ടുന്ന കൃത്യമായ അജണ്ടയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ മകൻ ഒരു ഹാഫിളാണ് എന്നത് പോലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുള്ളന്നില്ല. ഒരു പണ്ഡിതന്റെ മകനാണ് എന്ന് പറയുന്നത് പോലും പിന്നെ ഫലമില്ലാതെയായി പോകും. അങ്ങനെ എത്രയോ സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ആ സ്ഥാപനം അത്രമേൽ മോശമാണെന്ന് തിരിച്ചറിയാൻ വൈകിയിട്ടുണ്ടാവും. നല്ലവണ്ണം പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, എത്രയോ ലക്ഷങ്ങൾ ഡൊണേഷൻ കൊടുത്തു. നമ്മുടെ കുട്ടിക്ക് വെള്ളിയാഴ്ച ജുമാക്ക് പള്ളി പോകാൻ പറ്റൂല. 5 കൊല്ലം നമ്മളെ കുട്ടി ജുമാക്ക് പോകണില്ലെങ്കിൽ പിന്നെ എന്തിനു പറ്റും? മുസ്ലിം പെൺകുട്ടികളായ നമ്മുടെ മക്കളെ ആ സ്ഥാപനത്തിന്റെ റൂളാണ്, നിഖാബ് ധരിക്കാൻ പാടില്ല, മുഖം മറക്കാൻ പാടില്ല, മുഖമക്കന ധരിക്കാൻ പാടില്ല. പിന്നെന്തിന് നമ്മൾ അവിടെ ലക്ഷങ്ങൾ കൊണ്ടുപോയി കൊടുക്കണം? നേരെ തിരിച്ച് ചിന്തിക്കുന്ന രക്ഷിതാക്കൾ ഒരുപാട് പേരുണ്ട്, ഞാൻ കാണാതെ പോവില്ല. ഗൗരവമായി രക്ഷിതാക്കൾ ജുമഅക്ക് പോലും പങ്കെടുക്കാൻ പറ്റാത്ത, അതുപോലെ നമസ്കാരത്തിന് പോലും പോകാൻ പറ്റാത്ത, അടുത്ത് പള്ളികളോ ക്യാമ്പസിന് പള്ളികളോ ഒന്നുമില്ലാതെ വെറും ഒരു കോഴ്സ് മാത്രം സ്വപ്നം കാണുന്നവരെ നമുക്ക് നഷ്ടമാണ്. നമ്മുടെ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ ആ നിലക്ക് അതുപോലെ തന്നെ പറ്റുമെങ്കിൽ അതിൻ്റെ പരിസരങ്ങളിൽ ദീനിയായ അന്തരീക്ഷം ലഭിക്കുന്ന CRE പോലെ QHLS പോലെ കുട്ടികൾക്ക് ദീനിൻ്റെ ഒരു അന്തരീക്ഷം എവിടുന്നെങ്കിലും കിട്ടണമെന്ന് കൂടെ ചിന്തിച്ചിട്ട് വേണം നമ്മൾ ഈ നിലക്ക് നമ്മുടെ മക്കളുടെ പഠനത്തിൻ്റെ കാര്യത്തിൽ കൊണ്ടുപോകേണ്ടത്. ചില രക്ഷിതാക്കളൊക്കെ ക്യാമ്പസിൽ ഹോസ്റ്റലുണ്ട്, ഹോസ്റ്റൽ ഫ്രീ ആണ്, പക്ഷെ എൻ്റെ കുട്ടി അവിടെ നിൽക്കണില്ല. എന്ത്? ഞങ്ങൾ പുറത്ത് നിർത്തുകയാണ്. എന്തിനാ പുറത്ത് നിർത്തുന്നത്? അങ്ങനെ ആകുമ്പോൾ ജുമാക്ക് പോകാം, നിസ്കാരത്തിന് തൊട്ടടുത്ത പള്ളിയിൽ പോകാം, അവിടെ നടക്കുന്ന ദഅവ ദീനീ പ്രവർത്തനങ്ങൾ എൻ്റെ കുട്ടിക്ക് പങ്കാളിയാകാം. അവിടെ 2000 രൂപ പോണതിനേക്കാൾ ലാഭം എൻ്റെ കുട്ടിൻ്റെ ഈമാൻ നഷ്ടപ്പെടൂല, എൻ്റെ കുട്ടിക്ക് ഇതുവരെ ലഭിച്ചിരുന്ന ധാർമ്മിക ചട്ടക്കൂട് പൊളിഞ്ഞു പോകൂല എന്ന് തീരുമാനിക്കാൻ പറ്റുന്നൊരു അവസരമാണത്. 4-ാമത്തെ കാര്യം പ്രിയപ്പെട്ട രക്ഷിതാക്കളെ വിശദീകരിക്കുന്നില്ല, വെല്ലുവിളികളുടെ കാലഘട്ടമാണ്. നമ്മളെ പഴയ കാലഘട്ടമൊക്കെ മാറി. നമ്മൾ പണ്ട് നടന്നിരുന്ന, പണ്ട് ജീവിച്ചിരുന്ന സംവിധാനങ്ങൾക്കൊക്കെ ഭേദം വന്നിട്ടുണ്ട്. പുതിയ സംവിധാനങ്ങൾ ഒരുപാട് മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുക. ഇവിടെ രക്ഷിതാക്കൾ ജാഗ്രത കാണിച്ചില്ലെങ്കിൽ, ശ്രദ്ധിച്ചില്ല എങ്കിൽ, ഈ മോശം അന്തരീക്ഷങ്ങളെ ശ്രദ്ധിച്ചില്ല എങ്കിൽ, ഒരു വിദ്യാർത്ഥി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത വെല്ലുവിളിയുടെ കാലഘട്ടത്തിൽ ലഹരിയിലും മോശമായ ക്യാമ്പസ് രാഷ്ട്രീയത്തിലും അടിയിലും കൊലപാതകത്തിലും ആത്മഹത്യയിലുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഗ്രാമിന് 5000 മുതൽ 10000 രൂപ വരെ കൊടുത്ത് വില കൊടുത്ത് MDMA ഉപയോഗിക്കുന്ന നമ്മുടെ മക്കളെ പുതിയ ഭാവിയെക്കുറിച്ച് നമ്മൾ നല്ലവണ്ണം മനസ്സിരുത്തണം. അതിനേക്കാൾ വലിയ പ്രശ്നമാണ് നമ്മുടെ കുട്ടിയുടെ വിശ്വാസം, ഈമാൻ പൊളിയുന്ന പുതിയ വെല്ലുവിളികളുണ്ട്. ഒരു ക്യാമ്പസിലേക്ക് നമ്മുടെ മകനങ്ങ് കയറി ചെല്ലുന്നു, അല്ലെങ്കിൽ മകളങ്ങ് പോകുന്നു. 2 മാസം കഴിഞ്ഞ് അവൾ തിരിച്ചു വന്നിട്ട് ചോദിക്കാൻ തുടങ്ങുന്നു, ഇപ്പൊ ദൈവം ഇല്ലെങ്കിൽ എന്താ കുഴപ്പം? മതം ഇല്ലെങ്കിൽ എന്താണ് കുഴപ്പം?
ഞാനൊരു 18 വയസ്സായാൽ എനിക്ക് സ്വാതന്ത്ര്യമായി. എന്ത് സ്വാതന്ത്ര്യമുള്ളത്? എനിക്കെൻ്റെ ഇഷ്ടമനുസരിച്ച് വേഷം ധരിക്കാം, നിസ്കരിക്കാതെ നടക്കാം, എനിക്കിഷ്ടപ്പെട്ട ആളുടെ കൂടെ ഇണയായി എനിക്ക് ജീവിക്കാം. വിവാഹം എന്തിന്? എനിക്ക് ജീവിച്ചാൽ പോരെ. ഇതൊരു ലിബറലിസത്തിന്റെ പുതിയ ചിന്താധാരകളുമായി നമ്മുടെ മക്കൾ ദൈവത്തിനെ, പടച്ചോനെ ചോദ്യം ചെയ്യുന്ന അവസ്ഥ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഏത് വേദിക്ക് മുമ്പിലും കുട്ടി എഴുന്നേറ്റെന്ന് പറയും, ഞാനൊരു എക്സ് മുസ്ലിമാണ്. ഈ അവസ്ഥയിലേക്ക് വരുന്ന, ആ രൂപത്തിലേക്ക് വരാതിരിക്കാൻ നമ്മുടെ മക്കളോട് നമ്മൾ ഇസ്ലാം കൽപ്പിച്ച വാക്ക് നോക്കൂ. നിങ്ങൾ നിങ്ങളുടെ മക്കളെ 7 വയസ്സായാൽ സ്വല പഠിപ്പിക്കണം, നിസ്കാരം ശീലിപ്പിക്കണം. ഏത് നിസ്കാരം? ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ. സമയബന്ധിതമായ ഇസ്ലാമിന്റെ ഇബാദത്താണ്. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. എല്ലാ മ്ലേച്ഛ സ്വഭാവങ്ങളിൽ നിന്ന്, നീചമായ പെരുമാറ്റങ്ങളിൽ നിന്ന് മനുഷ്യനെ തടയുന്ന ഇബാദത്താണ് നിസ്കാരം. അതുകൊണ്ടാണ് നമ്മളെ കുട്ടികൾ കൃത്യമായി നിസ്കരിക്കുന്നവർക്ക് തെറ്റ് ചെയ്യാൻ കഴിയില്ല. അവർ നിസ്കാരത്തിൽ മോശമായാൽ തെറ്റുകൾ അവർ വന്ന് വീടുകൊണ്ടിരിക്കും. 10 വയസ്സായിട്ട് നമസ്കരിക്കാത്ത മക്കളെ അടിക്കാൻ പറഞ്ഞതൊക്കെ ആ തർബിയത്തിന്റെ ഭാഗമാണ്. അവർക്ക് വയസ്സ് ഓരോ 5 വയസ്സിൽ കിട്ടേണ്ടതുണ്ട്, 10 വയസ്സിൽ കിട്ടേണ്ടതുണ്ട്. മദ്രസാ വിദ്യാഭ്യാസം അതിൻ്റെ പ്രായത്തിൽ കൊടുക്കേണ്ടതുണ്ട്. CR ലഭിക്കേണ്ടുന്ന പ്രായത്തിൽ അത് കൊടുക്കേണ്ടതുണ്ട്. ഈ പ്രായത്തിനെ മനസ്സിലാക്കി അനുയോജ്യമായ സംവിധാനങ്ങൾ ദീനീ രംഗത്ത് അവർക്ക് ലഭിക്കേണ്ടതുണ്ട്. 5-മത്തേത്, നമ്മുടെ സ്കൂളുകളെ പോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് മദ്രസ. നമുക്കിവിടെ മദ്രസ സംവിധാനമുണ്ട്. കേരളത്തിൻ്റെ പുരോഗതി ഇങ്ങനെ എടുത്ത് വാർത്തകൾ വായിക്കുമ്പോൾ അതിനിടയ്ക്ക് നമ്മളിങ്ങനെ പറയും, ഞങ്ങൾക്ക് 1000-കണക്കിന് മദ്രസ ഉണ്ട് എന്നൊക്കെ നമ്മൾ പറയും. മദ്രസ സിസ്റ്റത്തെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് എന്താണ്? എല്ലാ ദിവസവും മദ്രസയിൽ വരണമെന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര രക്ഷിതാക്കൾ മദ്രസയിൽ പറഞ്ഞേക്കും? സമയം കുറക്കാൻ വേണ്ടി എത്ര പേരാണ് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? മദ്രസയെക്കുറിച്ച് സമയം കൂടുതലാണ്. സ്കൂളിൽ 7000 ഫീസ് കൊടുക്കുന്ന തൻ്റെ കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയത്തിൽ, തൻ്റെ മക്കൾ പഠിക്കുന്ന മദ്രസയിൽ 150 രൂപ 200 ആക്കണം എന്ന് പറഞ്ഞാൽ പ്രതിഷേധിക്കുന്നവരാ നമ്മൾ. നമ്മൾ എവിടെയാണ്? നമുക്ക് മദ്രസ എന്താണ്? നിസ്കാരം പഠിക്കുന്ന, ഖുർആൻ പഠിക്കുന്ന, പരലോകം പഠിക്കുന്ന, ഉമ്മാനിപ്പാനി നോക്കണമെന്ന് പഠിപ്പിക്കുന്ന മദ്രസയ്ക്ക് ഒരു 200 രൂപ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് നഷ്ടം. നമുക്ക് നമ്മളെ പോക്കറ്റ് കാലിയായ പോലെയാ. ഞാൻ ഇവിടുത്തെ മദ്രസൻ്റെ കാര്യം പറയില്ല, ടോട്ടലി നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ഒരു വലിയ ചർച്ചയാണ്. മദ്രസയിൽ ഫീസ് കൂട്ടി എന്ന് പറഞ്ഞാൽ വലിയ വിവാദങ്ങളായി മാറുക. കൊടുക്കണം. നമ്മുടെ നാട്ടിലെ ഏറ്റവും ശമ്പളം കുറവുള്ള വിഭാഗക്കാരെന്നറിയൂ? മദ്രസാധ്യാപകർ. നിങ്ങൾ പരിശോധിക്കും, നിങ്ങളുടെ വീട്ടിലെ മാലിന്യങ്ങൾ തച്ച് ക്ലീനാക്കാൻ വരുന്ന ഒരാൾക്ക് കൊടുക്കുന്ന സാലറി എത്രയാണ്? നിങ്ങളുടെ മദ്രസകളിലെ അധ്യാപകർക്ക് കൊടുക്കുന്ന തുച്ഛമായ ശമ്പളത്തിൻ്റെ ബോധം നിങ്ങൾക്കുണ്ടോ? എന്തുകൊണ്ട് നമ്മൾ സമൂഹം മദ്രസകളെ കാണുന്നില്ല? ഇസ്ലാം പറഞ്ഞു, ആരെങ്കിലും ദീനിന്റെ മാർഗം പഠിക്കാൻ വേണ്ടി പ്രവേശിച്ചാൽ, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. സ്വർഗ്ഗത്തിലേക്കുള്ള മാർഗത്തിലാണ് പ്രവേശിക്കുന്നത്. അത് പഠിപ്പിക്കാൻ വരുന്ന ഒരാൾ, വ ഇന്നൽ മലായികത ലതളഉ അജ്നിഹതഹാ ലിതാലിബൽ ഇൽമി. ദീന് പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥിക്ക് വേണ്ടി മലായികത്തുകൾ ചിറക് വിരിച്ചു കൊടുക്കും. വ ഇന്നൽ മതം പഠിപ്പിക്കുന്ന വ്യക്തിക്ക് വേണ്ടി ആകാശങ്ങളിലുള്ളവർ പാപമോചനം തേടിക്കൊണ്ടിരിക്കും. ഭൂമിയിലുള്ളവർ സമുദ്രത്തിനകത്തുള്ള മത്സ്യങ്ങൾ പോലും ആ വ്യക്തിക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കും. അത്രക്ക് വിലയുണ്ട് ഇസ്ലാമിൽ. നാട്ടിൽ എന്താണ് സ്ഥാനം? മദ്രസാ വിദ്യാഭ്യാസത്തിന് നന്നായി പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് വലിയ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. നമ്മുടെ പ്രാർത്ഥനയിൽ വരെ ആദ്യത്തെ വാക്ക് അല്ലാഹുമ്മ അസ്ലിഹ് ലീ ദീനി അല്ലദീ ഹുവ ഇസ്മത്തു അംരി. അല്ലാഹുവിൻ്റെ ദീന് നന്നാക്കി തരണേ. ദീന് നന്നാക്കുന്നതിൽ വലിയ ഘടകമാണ് ദീനി വിദ്യാഭ്യാസം എന്ന് നമുക്ക് ഓർമ്മയുണ്ടാവണം. ഒരു കുട്ടി വളർന്നിങ്ങനെ വലുതാകുമ്പോൾ നമ്മുടെ സ്വപ്നങ്ങളൊക്കെ കൃത്യമായി പൂവണിയണമെങ്കിൽ നമ്മളൊന്ന് മരിച്ച് കണ്ണടച്ചാൽ
നമ്മുടെ ഖബറിൻ്റെ ചാരത്ത് വന്നൊന്ന് നമ്മുടെ കുട്ടിക്ക് പ്രാർത്ഥിക്കണമെന്ന് തോന്നണമെങ്കിൽ അതിനൊരു അറിവ് കിട്ടാനുണ്ട്. മരണസമയത്ത് ഒരു കലിമ ഉച്ചരിച്ച് നമ്മുടെ മുമ്പിൽ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിത്തരാൻ ഒരാളവിടെ വേണമെങ്കിൽ അത് ബോധം കിട്ടേണ്ടതുണ്ട്. നമുക്കേറെ പ്രതിഫലം കിട്ടുന്ന, മരിച്ചാലും തീരാതെ കൂലി കിട്ടുന്നത് വലദുൻ സാലിഹുൻ യദ്ഉ ലഹു. അതുകൊണ്ട് ഈ തരത്തിലുള്ള ചിന്തകൾ ഈ ഒരു പുതിയ മെയ് മാസത്തിൻ്റെ തുടക്കത്തിലേ പറയുക, നമ്മുടെ മനസ്സിൽ പുതിയ അധ്യയന കാലം വരുമ്പോൾ ഒരു ധർമ്മ കാഹളം മുഴക്കുന്ന നല്ല ചിന്തകളോടെ ഈ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് വളരെ രൂപത്തിൽ പ്ലാൻ ചെയ്തുകൊണ്ട് നല്ല ചർച്ചകളോടെ നമ്മുടെ മദ്രസകളുടെ അതുപോലെ തന്നെ മറ്റു വിദ്യാഭ്യാസ സംവിധാനങ്ങളെക്കുറിച്ച് ആലോചിക്കണം. അതോടൊപ്പം കുട്ടികളുടെ വളർച്ചയിൽ ഉയർച്ചയിൽ ലഭിക്കുന്ന നല്ല നല്ല അവസരങ്ങൾ നമ്മൾ പലപ്പോഴായി പറഞ്ഞു. ഈ വരുന്ന 11-ാം തീയതി പെരിന്തൽമണ്ണയിൽ വിദ്യാർത്ഥി തലമുറയുടെ നീറുന്ന ഒരുപാട് പ്രതിസന്ധികളെ ഞാൻ അവിടെ സന്ദർശിച്ചിരുന്നു. ആ സമ്മേളന നഗരിയിൽ ഒരുപാട് കുട്ടികളും അധ്യാപകരൊക്കെ മദ്രസ വിദ്യാർത്ഥികളും ക്യാമ്പസ് തലങ്ങളിലൊക്കെ ഉള്ളവർ വന്ന് ആ സ്ഥലത്ത് നടക്കുന്ന എക്സിബിഷനൊക്കെ കണ്ട് അവർ പലരും കരഞ്ഞുകൊണ്ട് ഈ പടിയിറങ്ങുകയും പ്രശ്നങ്ങൾക്കും അവരുടെ പ്രയാസങ്ങൾക്കും പരിഹാരം തേടി കൗൺസിലിംഗ് ഡെസ്കിൽ വന്ന് മനസ്സ് തുറന്ന രക്ഷിതാക്കളൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരു പരിഹാരത്തിന് വേണ്ടിയുള്ളൊരു ഒരു സൂചന മാത്രമാണ് നമ്മുടെ മക്കളെ നമ്മളതിലേക്ക് പറഞ്ഞയക്കണം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകം വാഹനം ഇവിടുന്ന് പുറപ്പെടുന്നുണ്ട്. ചക്കരക്കല്ലിൽ നിന്ന് ഇൻഷാ അല്ലാഹ് വരുന്ന ഞായറാഴ്ച 8:30 മണിക്ക് ആ വാഹനം പുറപ്പെടുമ്പോൾ മറ്റൊരു തടസ്സവും പറയാതെ നമ്മുടെ മക്കൾ ഒരു ദിവസം ഈ ഒരു സ്വന്തത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അതിലുണ്ടാകണമെന്ന് നമ്മളൊക്കെ കൃത്യമായി ഉറപ്പിക്കേണ്ടതുണ്ട്. ആ രംഗത്ത് സേവനമനുഷ്ഠിക്കുന്ന, കഠിനാധ്വാനം ചെയ്യുന്ന, അതിൻ്റെ നിരവധി സാമ്പത്തിക ചെലവുകൾക്ക് നമ്മളെ കൊണ്ട് സാധ്യമാകുന്ന ഒരു വിഹിതം നൽകാൻ മനസ്സറിഞ്ഞൊരു പ്രാർത്ഥനയോടെ അതിൻ്റെ കൂടെ നിൽക്കാൻ, അതിൻ്റെ മുന്നിലും പിന്നിലുമായി നമുക്ക് ചെയ്യാവുന്ന നന്മകളിലൊക്കെ സഹകരിച്ചു കൊണ്ട് കൂടെയുണ്ടാകണമെന്ന് കൂടെ സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സ്വന്തം മക്കളെ നാളെ പരലോകത്ത് നമുക്ക് ഉപകരിക്കുന്ന മക്കളാക്കി തരികയും ദുനിയാവിൽ കൺകുളിർമ കൊണ്ട് ആസ്വാദനകരമായി സുഖകരമായ ശുഭകരമായ ശുഭാപ്തി വിശ്വാസത്തോടെ ജീവിക്കാൻ പറ്റാവുന്ന നല്ല മക്കളാക്കി അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أيها الإخوة والأخوات أوصيكم وإياي ثانيا بتقوى الله. അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിതത്തിൽ തഖ്വയുള്ളവരായി മുത്തഖീങ്ങളായി മുസ്ലിഹീങ്ങളായി ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. വിദ്യാർത്ഥി കാലഘട്ടത്തിലെ സുപ്രധാനമായ ഏടുകളാണ് പെൺകുട്ടികൾ എന്നത്. ആ മക്കൾക്ക് നല്ല ഉൾക്കാഴ്ച അത്യാവശ്യമാണ്. ഏറ്റവും ചൂഷണം ചെയ്യപ്പെടുന്ന വിഭാഗമാണ് പെൺകുട്ടികൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ തൊട്ടടുത്ത കൂടാളി പള്ളിയിൽ സലഫി മസ്ജിദിൽ വരുന്ന 8, 9, 10 ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി ഒരു സഹവാസ ക്യാമ്പ് തൊട്ടടുത്ത ദിവസങ്ങൾ നിങ്ങൾക്ക് അറിയിപ്പായിട്ട് ലഭിക്കും. ആ കുട്ടികളെ, പെൺകുട്ടികളെ പ്രത്യേകിച്ചും അതിലേക്ക് പറഞ്ഞയക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് കൂടി സന്ദർഭത്തിൽ ഓർപ്പെടുത്താം. നമ്മളൊക്കെ ജീവിതത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ ഒരു ദിവസത്തിൽ ഈ ലോകത്തോട് വിട പറയും. ഒട്ടനേകം ആളുകളുടെ മരണവാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ആ മരണവാർത്തകൾക്കിടയിൽ ചിലപ്പോൾ ഒരു ദിവസം നമ്മുടേതാകാം, നമ്മുടെ പ്രിയപ്പെട്ടവരുടേതാകാം. ഒരാൾ മരിച്ചാൽ ചെയ്യേണ്ടുന്ന സുപ്രധാനമായ ബാധ്യതകൾക്ക് പോലും ഇന്ന് ആളുകളില്ലാത്തൊരു സമയമുണ്ട്. അതൊക്കെ നടക്കും. ഞാനില്ലെങ്കിലും അതൊക്കെ നടക്കും. അതുകൊണ്ട് ഞാനൊന്ന് പോയില്ലെങ്കിലും, ഞാൻ അവിടെ എത്തിയില്ലെങ്കിലും അതൊക്കെ ആളുകളുണ്ടല്ലോ. പക്ഷെ നമുക്കൊരു റോള് പടച്ചോ നിശ്ചയിച്ചിട്ടുണ്ട്. ഒരു ജനാസ, ഒരാൾ മരിച്ചാൽ ചെയ്യേണ്ടുന്ന സുപ്രധാനമായ കാര്യങ്ങളെ ഇസ്ലാം വിലയിരുത്തി. തഗ്സീലൽ മയ്യിത്തി, ആ മയ്യത്തിനെ കുളിപ്പിക്കണം. പഠിക്കാത്തവരൊക്കെ പഠിക്കണം.
സ്വന്തം കുടുംബത്തിലെ മയ്യത്തുകളെ കുളിപ്പിക്കാൻ പറ്റാവുന്ന അറിവുള്ള, അതിന് കഴിവുള്ളവരായി നമ്മൾ മാറണം. ഭർത്താവ് ഭാര്യയുടെ മയ്യത്ത് കുളിപ്പിക്കുന്ന രംഗമൊക്കെ ഹദീസുകളിലൊക്കെ പഠിപ്പിച്ച രംഗം കാണാൻ സാധിക്കും. വേണം നിർബന്ധമൊന്നുമല്ല പറയുന്നത്. പക്ഷെ നമുക്ക് നമ്മുടെ കുടുംബങ്ങളുടെ ജനാസ കുളിപ്പിക്കാൻ പറ്റണം. അതൊരു ബാധ്യതയാണ്. ആ കുളി കഴിഞ്ഞതിന് ശേഷം അതിനെ കഫൻ ചെയ്യാൻ അറിയണം. വലിയ പണിയൊന്നുമില്ല. 3 വെള്ളത്തുണിയിലേക്ക് കൃത്യമായ രൂപത്തിൽ അതിനെ പൊതിയാൻ കഴിയുക. വഹമലുഹു, എന്നിട്ട് ആ മയ്യത്ത് കട്ടിലിൽ ചുമന്ന് കൊണ്ടുപോകാൻ. എല്ലാവർക്കും എല്ലാം കഴിയില്ലല്ലോ. കുളിപ്പിക്കാൻ കഴിയുന്നവർ കുളിപ്പിക്കട്ടെ, കഫൻ ചെയ്യാൻ കഴിയുന്നവർ അത് ചെയ്യട്ടെ. മയ്യത്ത് ചുമക്കാനെങ്കിലും ഒരു കൈ പിടിക്കാനെങ്കിലും ഞാൻ അവിടെ വേണമെന്ന് നമുക്ക് ഓർമ്മ ഉണ്ടാവണം. നമ്മൾ ചിന്തിക്കണം. വസ്സലാത്തു അലൈഹി, ഇതിനേക്കാൾ പ്രാധാന്യമാണ് ആ മയ്യത്ത് അവിടെ വെച്ച് നിസ്കാരം നടക്കുന്ന സമയത്ത് നിസ്കാരത്തിന്റെ പിന്നിൽ, ആ മയ്യത്തിന് പിന്നിൽ അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ നമ്മൾ ഉണ്ടാകണം. എന്തിന്? നമുക്കും ആ മയ്യത്തിനും അതുകൊണ്ട് ഗുണമുണ്ട്. മയ്യത്ത് ചുമന്ന്, മയ്യത്ത് നമസ്കരിച്ച്, മയ്യത്തിനെ ഖബറിലേക്ക് ഇറക്കി വെക്കാൻ പോകുന്ന വ്യക്തികൾക്ക് പറഞ്ഞ പ്രതിഫലം നിസ്സാരമായിട്ടല്ല പറഞ്ഞത്. ഖീറാത്താനി, 2 ഖീറാത്ത് പ്രതിഫലമുണ്ട്. 1 ഖീറാത്ത് എന്ന് പറഞ്ഞാൽ ഉഹുദ് മലയോളം വലിപ്പമുണ്ട്. മദീനയിൽ സന്ദർശിച്ചവർക്കറിയാം, മദീനയിൽ ഒരുപാട് മലകൾക്കിടയിൽ ഉയർന്നു നിൽക്കുന്ന മലകളിൽപ്പെട്ടതാണ് ഉഹുദ് മലകൾ. അത്രയേറെ പ്രതിഫലമാണ് മയ്യത്തിന്റെ ഇത്തരത്തിലുള്ള തജ്ഹീസുകളിലേക്ക്, പ്രവർത്തനങ്ങളിലേക്ക് പങ്കെടുക്കുന്നവർക്കുള്ള കൂലി. വദഫ്നുഹു, അവസാനം ആ മയ്യത്തിനെ ഖബറടക്കി, ഖബറ് ഇറക്കി വെച്ച്, മൂടുകല്ല് വെച്ച് അത് കൃത്യമായി മറവ് ചെയ്ത് പോരാൻ നമുക്ക് കഴിയണം. അതൊക്കെ പഠിക്കണം. ഇതൊക്കെ എന്നും ഒരാൾ തന്നെ ചെയ്യാൻ കഴിയില്ല. മാറി മാറി അത് ചെറുപ്പക്കാരൊക്കെ, പ്രത്യേകിച്ച് ആരോഗ്യമുള്ളവരൊക്കെ അത് പഠിച്ചു മനസ്സിലാക്കാൻ ശ്രമിച്ച് മുന്നോട്ട് വരേണ്ടതുണ്ട്. 3 പിടി മണ്ണ് വാരിയിട്ട് ആ മയ്യത്തിന് വേണ്ടി തസ്ബീഹ് ചൊല്ലാനുള്ള സമയം നമ്മുടെ തിരക്കുകൾക്കിടയിലൊന്ന് കണ്ടെത്തണം. പിന്നെന്താണ് നമ്മൾ മുസ്ലിങ്ങൾ തമ്മിലുള്ള ബന്ധം? പിന്നെന്താണുള്ളത്? 3 പിടി മണ്ണ് വാരിയിടുമ്പോൾ നമ്മുടെ നാട്ടിൽ മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ നുഖറ. ഹദീസിലില്ല, സുന്നത്തിലില്ല, മദ്ഹബിന്റെ കിതാബുകളിൽ വന്നിട്ടില്ല. എവിടുന്നൊക്കെയോ ചില പരാമർശങ്ങൾ ഉണ്ടെങ്കിലും അങ്ങനെ ഒരു സുന്നത്തില്ല. എന്നാൽ 3 പിടി മണ്ണ് വാരിയിട്ട സംഭവം ഹദീസുകളിൽ ഉണ്ട് എന്നുകൂടെ ആ കാര്യത്തിൽ ഓർമ്മിക്കുക. ഹഖുൽ മുസ്ലിമി, ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള 6 ബാധ്യതകളിൽ ഒന്ന് ഇത്തിബാഉൽ ജനാസ, ഒരു ജനാസയെ അനുഗമിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ കൂടെ നടക്കുക. ഇതൊരു ബാധ്യതയായിട്ടാണ് പറഞ്ഞത്. അതിൻ്റെ പ്രതിഫലം അത് തന്നെ പഠിപ്പിച്ചിരിക്കുന്നത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നമസ്കാരത്തിൻ്റെ കാര്യത്തിലൊക്കെ കാണിച്ചത് കാണാം. നബി തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു ജനാസയെ മറവ് ചെയ്തു. ആരുമല്ല, മദീന പള്ളി അടിച്ചു വാരി വൃത്തിയാക്കിയിരുന്നൊരു സ്ത്രീയായിരുന്നു. ആ സ്ത്രീ മരിച്ചു. വേഗത്തിൽ അവർ മറവ് ചെയ്തു. നബി തങ്ങൾ ഇത് അറിഞ്ഞിട്ടില്ല വിവരങ്ങൾ. അടുത്ത ദിവസം ഇവരെ കാണാതായപ്പോൾ അന്വേഷിച്ചു. അവരെവിടെ പോയി? അവരെ കാണുന്നില്ലല്ലോ. അവർ മരിച്ചു നബിയെ. നബിതങ്ങൾ ചോദിച്ചു, ദുല്ലൂനി അലാ ഖബരിഹ, അവരുടെ ഖബറൊന്ന് എനിക്ക് കാണിച്ചു തരുമോ? നബിതങ്ങൾക്ക് ലോകത്തെ എല്ലാ കാര്യവും അറിയാമെന്ന് വാദിക്കുന്നവര് ഈ ഹദീസ് പഠിക്ക്. അവരുടെ ഖബറൊന്ന് എനിക്ക് കാണിച്ചു തരുമോ? ഏതാണ് അവരുടെ ഖബർ? സഹാബത്ത് കൂട്ടിക്കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. നബിതങ്ങൾ ആ ഖബറിന്റെ ചാരത്ത് നിന്ന് മയ്യിത്ത് നമസ്കരിച്ചു. അവിടെ മയ്യിത്ത് ഉണ്ട് ഖബറിൽ. അവിടെ വെച്ച് നബി നിസ്കരിച്ചു. ആരെങ്കിലും ഇതേപോലെ നാട്ടിൽ മരണം സംഭവിച്ച് ഗൾഫിൽ നിന്നൊക്കെ പെട്ടെന്ന് വരേണ്ടി വന്നു എങ്കിൽ മയ്യത്ത് കാത്തിക്കണ്ട, മയ്യത്ത് വേ മറവ് ചെയ്യാൻ പറയൂ. അയാൾ വന്ന് പതുക്കെ ഖബറിങ്ങ് പോയിട്ട് അയാൾക്ക് മയ്യത്ത് നമസ്കരിക്കാം. അവിടെ മയ്യത്തുണ്ട്. എന്നാൽ മയ്യത്തില്ലാത്ത നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചത് ഒറ്റ ഘട്ടത്തിലാണ്. നജാഷി എന്ന് പറയുന്ന ഒരു രാജാവ് മരിച്ചു. ഒരൊറ്റ മുസ്ലിം മയ്യത്ത് നമസ്കരിക്കാൻ നാട്ടിലില്ല. മദീനയിൽ ഇരുന്ന് നബി തങ്ങൾ പറഞ്ഞു, ആ മയ്യത്തിന് വേണ്ടി നമ്മൾ നിസ്കരിക്കണം. നിസ്കരിച്ചു. അവിടെ മയ്യത്തില്ല. പക്ഷേ മറവ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് സംഭവം അറിയുന്നത്. എന്നാൽ പിൽക്കാലത്തെ സ്വഹാബത്തോ താബീങ്ങളോ ആരൊക്കെയോ എവിടെയൊക്കെയോ മരിച്ചതിന്റെ പേരിൽ അവിടെ വെച്ച് മയ്യത്ത് നമസ്കാരം സംഘടിപ്പിക്കാറില്ല. മുന്നിൽ ഒരു മയ്യത്തുണ്ടെങ്കിലാണ് മയ്യത്ത് നമസ്കാരം സംഘടിപ്പിക്കാറുള്ളത്. നമ്മുടെ നാട്ടിൽ മയ്യത്ത് നമസ്കാരമൊക്കെ കഴിഞ്ഞ് മറവൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കത്ത് കൊടുത്തേക്കല നാട്ടിലേക്ക്. എന്തിനാ? അടുത്ത വെള്ളിയാഴ്ച എല്ലാവരും മയ്യത്ത് നിസ്കരിക്കണം. അപ്പം നിസ്കാരം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്, മറവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, പിന്നെ അതിൻ്റെ ആവശ്യമില്ല. പിന്നെ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കലാണ് അതിൻ്റെ ഏറ്റവും പ്രസക്തമായ ഭാഗം എന്ന് നമ്മൾ ഓർക്കുക.
അതേപോലെ തന്നെയാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചിരിക്കുന്ന സുന്നത്തുകളുടെ കൂട്ടത്തിൽ കാണാം, ഒരു ജനാസ ഒരു വീട്ടിൽ നിന്ന് മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി തഅസിയത്ത്, അവരെ ഒന്ന് സമാധാനിപ്പിക്കുക. വല്ലാത്തൊരു വേർപാടായിരിക്കും. അവരുടെ പ്രിയപ്പെട്ടവരാണ് വിട്ടുപോയിരിക്കുന്നത്. അവരെ എവിടെ നിന്ന് കാണുകയാണെങ്കിലും, പള്ളിയെന്നോ അങ്ങാടിയെന്നോ എവിടെ നിന്ന് കണ്ടാലും അവരുടെ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് അവരോട് ക്ഷമിക്കാൻ പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കുക എന്ന പണിക്കാണ് തഅസിയത്ത്. അതിന് നമ്മൾ കുറേ കെട്ടും മാറാപ്പും കോഴിമുട്ടിൻ എല്ലാം കൂടി എടുത്തു പോകേണ്ട ആവശ്യമില്ല. സമാധാനിപ്പിക്കുക, ആശ്വസിപ്പിക്കുക എന്നാണ് വാക്കിന്റെ അർത്ഥം. സഹാബത്തൊക്കെ കണ്ടാൽ പറയാറുണ്ട്, അഅ്ളമല്ലാഹു അജ്റക്, അല്ലാഹു നിങ്ങൾക്ക് വമ്പിച്ച പ്രതിഫലം തരട്ടെ. വഅഹ്സന അസാഅക വഗഫറ ലിമയ്യിതിക, നിങ്ങളുടെ മയ്യിത്തിന് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ, നിങ്ങൾ നല്ല ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് ആ കുടുംബക്കാരെ സമാധാനിപ്പിക്കുന്ന രീതി ഇസ്ലാമിലുണ്ട്. എന്നാൽ ഒരു ജനാസയെ ഖബറടക്കി കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ പാടില്ലാത്തതാണ്. ശ്രദ്ധിച്ചോളൂ, ചില കാര്യങ്ങൾ ഹറാമാണ്. കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം, യുഹറമു റഫഉൽ ഖബരി ഫൗക ശിബിരിൻ, ആ ഖബർ എത്ര നല്ല മനുഷ്യൻ്റെതാണെങ്കിലും ഒരു ചാണിൽ അധികം ഉയർത്തിക്കെട്ടാൻ പാടില്ല. മണ്ണിങ്ങനെ കുറെ ബാക്കിയുണ്ട്, ഇങ്ങനെ കൊണ്ടുവന്ന് കൂട്ടാൻ പാടില്ല. ഒരു ചാണോളം ഉയരത്തിലാണ് ഖബർ ഉയർത്താൻ പാടുള്ളൂ, അതിനപ്പുറം ഉയരാൻ പാടില്ല. വതജ്സീസഹു, ഖബറുമ്മ കുമ്മായമടിക്കാൻ പാടില്ല. വതഖ്ബീലഹു, ഖബറിനെ ചുംബിക്കാൻ പാടില്ല. വതബ്ഖീറഹു, ഖബറിൽ പുകക്കാൻ പാടില്ല. എന്തെങ്കിലും സുഗന്ധം കൊണ്ടുവന്ന് പുകക്കാൻ പാടില്ല. വൽ കിതാബ, ഖബറിൽ എഴുതി വെക്കാൻ പാടില്ല. വൽ ജുലൂസ്, ഖബറിൽ ഇരിക്കാൻ പാടില്ല. അവിൽ മഷിയ, ഖബറുമ്മ കൂടെ നടക്കാൻ പാടില്ല. വ ഇസ്റാജുൽ ഖുബൂർ, ഖബറിൽ വെളിച്ചം കൊണ്ടുപോയി കത്തിച്ചേക്കാൻ പാടില്ല. വിളക്കത്തിച്ചേക്കുക, ബൾബ് എത്തിച്ചേക്കുക. വത്തവാഫ, ഖബറിൽ തവാഫ് ചെയ്യാൻ പാടില്ല. അതൊക്കെ കേരളത്തിന്റെ പല മുക്കുമൂലകളിൽ നടക്കുന്നുണ്ട്. അതൊക്കെ ഔലിയാക്കന്മാരാണ്, മഹാന്മാരാണെന്ന് പറഞ്ഞ് ഇസ്ലാമിലെ നിയമങ്ങളെല്ലാം ലംഘിക്കാനുള്ളതല്ല മഹാന്മാർ. ഈ നിയമങ്ങളൊക്കെ എല്ലാവർക്കും ബാധക. ഖബറിൽ മസ്ജിദ് ഉണ്ടാക്കാൻ പാടില്ല. മസ്ജിദ്, ഒരു മയ്യിത്തിനെ പള്ളിക്ക് അകത്ത് മറവ് ചെയ്യാൻ പാടില്ല. ഇതൊക്കെ ഇസ്ലാമിക ലോകത്ത് അറിയപ്പെടുന്ന കിതാബുകളുടെ അകത്ത് കിടക്കുന്നുണ്ട്. പാലിക്കാൻ നമ്മൾ സന്നദ്ധരാവണം. നാട്ടിൽ വെല്ലുവിളി ഉണ്ടാവും. ഇത് പറഞ്ഞു കൊടുത്താൽ എതിർക്കാൻ ആദ്യം ചിലപ്പോൾ പുരോഹിതന്മാർ രംഗത്ത് വരും. പറയുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പറഞ്ഞു കൊടുക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട നമ്മുടെ സുഹൃത്ത് അബ്ദുൽ ഖാദർ സാഹിബ് ബാവൂട്, അദ്ദേഹത്തിൻ്റെ പിതാവ് ഇന്നലെ മരണപ്പെട്ടു. പാളയം ഖബർസ്ഥാനിലാണ് അദ്ദേഹത്തെ മറവ് ചെയ്തിരിക്കുന്നത്. അല്ലാഹു ആ മയ്യിത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബത്തിന് ക്ഷമയും പ്രതിഫലവും നൽകുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിലെ പ്രിയപ്പെട്ട പലരും ആറടി മണ്ണിൽ ബർസഖിൻ്റെ ലോകത്ത് ബാപ്പയും ഉമ്മയും മക്കളും ഭാര്യയും ഭർത്താവും ഒക്കെ ഉണ്ട്. അല്ലാഹു അവർക്കെല്ലാം അവരുടെ ബർസഖ് നീ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളൊക്കെ മരിക്കുമ്പോൾ ആറടി മണ്ണിലേക്ക് കൊണ്ടുപോയി വെക്കുന്ന സമയത്ത് റബ്ബേ, നല്ല സ്വാലിഹീങ്ങളുടെ മരണം ഞങ്ങൾക്ക് നീ സമ്മാനിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ സ്വർഗത്തിൻ്റെ അഹ്ലുകാരാക്കി മാറ്റണമേ. അല്ലാഹുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്ത് മാപ്പാക്കണമേ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ രോഗികൾക്കും ശിഫ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ വരുമാന മാർഗ്ഗങ്ങളിലെല്ലാം ഖൈറും ബറക്കത്തും നൽകണമേ. സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ പ്രദാനം ചെയ്യണമേ. അല്ലാഹുവേ, ഞങ്ങളുടെ നല്ല മുറാദുകൾ ഹാസിലാക്കി തരണമേ. പ്രവാസികളായ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ ആശ്വാസം നൽകണേ റഹ്മാനെ. ഇന്ത്യ രാജ്യത്ത് അക്രമത്തിൻ്റെ, ഭീകരതയുടെ, യുദ്ധത്തിൻ്റെ പശ്ചാത്തലങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് റഹ്മാനെ. സമാധാനം ഞങ്ങളുടെ നാട്ടിൽ നൽകണേ റഹ്മാനെ. അവിവേകികളായ വിവരമില്ലാത്തവരുടെ അതിക്രമങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ, ഇന്ത്യ രാജ്യത്ത്, ഞങ്ങളുടെ രാജ്യത്ത് നിർഭയത്വം സമ്മാനിക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا توفنا مسلمين وألحقنا بالصالحين. وصلى الله على نبينا محمد والحمد لله رب العالمين.